ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നാടൻ റെസിപ്പി ആയിട്ടുള്ള മലപ്പുറംകാരുടെ സ്പെഷ്യലായിട്ടുള്ള തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഒരു ചെറിയ നാളികേരം അതുപോലെ ചിരവി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 150 ഗ്രാമോളം ചുവന്നുള്ളി ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു 1.5 ടീസ്പൂണ് ഉലുവ, 3 ഗ്ലാസ് അരി. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള അരി നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന കുറുവ റൈസാണ്. നമ്മൾ ഏത് അരി കൊണ്ടാണ് സാധാരണ ചോറ് വയ്ക്കുന്നത് ആ റൈസാണ് കേട്ടോ ഇതിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉലുവയും അരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചുവന്നുള്ളി ഒന്ന് തൊലി കളഞ്ഞ് നടുക കീറിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിലേക്ക് അതും അതുപോലെ നാളികേരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ അരിയും കൂടെ നന്നായിട്ടൊന്ന് കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക തന്നെ വേണം. ഇതിൻ്റെ തേങ്ങാപ്പാൽ നമുക്കിങ്ങനെ കുഴയ്ക്കുമ്പോൾ ഒരു ഇത്തിരി വെള്ളം വരില്ല, അത് തേങ്ങാപ്പാലായിട്ട് പാലിറങ്ങണ വരെ നമ്മൾ നന്നായിട്ടൊന്ന് അതുപോലെ തന്നെ നന്നായി അമർത്തിയിട്ട് കുഴച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി ഞാനിത് സാധാ നമ്മൾ ചെമ്പിൽ അരി വേവിക്കില്ല എന്ന പോലെ ഞാൻ റൈസ് കുക്കറിലേക്ക് ചെമ്പിൽ വെള്ളം വെച്ചിട്ട് തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായി തിളപ്പിച്ചിട്ട് 1 മണിക്കൂർ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 3 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഇതെടുത്തിട്ടുള്ളത്. കറക്റ്റ് പാകമാണ് കേട്ടോ. ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെച്ചെങ്കിൽ ഇനിയിപ്പോൾ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാതെ ഇങ്ങനെ ചെമ്പിലായിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണെന്ന് വെച്ചെങ്കിലും ഇങ്ങനെ തന്നെ വെള്ളം എടുത്താൽ മതി കേട്ടോ. ഇനി ഒരുപാട് വേവുള്ള അരിയാണെന്നുണ്ടെച്ചെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തത് ഇത്തിരി കുറവായിരുന്നു, അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ കുക്കറിലാണ് ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ വെള്ളം വെക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബീഫ് കറിയാണ്. അപ്പം നമ്മൾ അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഉള്ളി ഒന്ന് ആദ്യം കുക്കറിൽ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് 2 വിസിൽ അടുപ്പിച്ചെടുത്തിരുന്നു. ഇനി അതിലേക്ക് നമ്മൾ അത് വെന്തതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളി വഴറ്റുന്ന സമയം നമുക്ക് ലാഭിക്കാം. കുക്കറിൽ ജസ്റ്റ് ഒരിത്തിരി ഉപ്പിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ബീഫ് കറിയുടെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം നമ്മൾ മുന്നേ ഷെയർ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിത് നമ്മുടെ അവിടെ തൃശ്ശൂർ ജില്ലയിലൊന്നും അങ്ങനെ ഉണ്ടാക്കാത്തൊരു സംഭവമാണ്. ഞാൻ കണ്ടിട്ടില്ല, ഞാനത് കഴിച്ചിട്ടുള്ളത് നമ്മുടെ നൈബർ മലപ്പുറം ഡിസ്ട്രിക്റ്റുകാരാണ്. അവരുടെ വീട്ടിൽ നിന്ന് കൊടുന്നിട്ടാണ് നമ്മളത് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റിൽ കഴിക്കുമ്പോൾ നമുക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല ഉലുവയുടെ ഒക്കെ ഒരു ടേസ്റ്റ്. പക്ഷേ പിന്നെ ഇപ്പം നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ് കേട്ടോ ഇത്. നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം വെറൈറ്റി ആയിട്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ടൈം കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന, പിന്നെ അരിക്കൊരിത്തിരി വേവ് നെയ്ച്ചോറിൻ്റെ അരിനേക്കാളും കുറച്ചുകൂടെ വേവുള്ള കാരണം അത്ര ഒരു ടൈം വേണമെന്ന് മാത്രം. ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് കറിയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കപ്പോൾ പ്രതീക്ഷിക്കാതെ ഒരു ഗസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിളമ്പണ സമയത്ത് കുറച്ച് തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ജസ്റ്റ് ഉണ്ടാക്കണത് മാത്രമാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ ബീഫ് കറി മുന്നേ കാണിച്ചിട്ടുള്ളത് കൊണ്ട് അതിന് ഡീറ്റെയിൽ കാണിച്ചിട്ടില്ല. റൈസല്ല അപ്പോൾ പുതുമ ഉണ്ടാവുക, അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസും അതുപോലെ 1 മണിക്കൂറിന് ശേഷം ഞാൻ റൈസ് കുക്കറിൽ നിന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഒരു ഇത്തിരി നനവും കൂടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് വീണ്ടും ഒരു 3-4 മിനിറ്റ് ഒന്ന് വെച്ച് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിവായിട്ടാണ് നമ്മൾ റൈസ് വിളമ്പി എടുക്കുമ്പോൾ ആവണത്. കുറച്ച് ചൂടോട് കഴിക്കണതാണ് നല്ലത്. അപ്പോൾ നല്ല ചൂടാറി ഒരു ഇത്തിരി കട്ടയാവണ പോലെ തന്നെ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു ഇത്തിരി കട്ട നമ്മൾ കഞ്ഞിവെള്ളം ഊറ്റി കളയേണ്ടതല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് മാത്രമുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ തേങ്ങാച്ചോറ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും ആൻഡ് താങ്ക് യു.